ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്ക് ഭയമാണോ, അതോ അവർ മനഃപൂർവ്വം അതിനു നേരെ കണ്ണടയ്ക്കുന്നതാണോ? കാലാകാലങ്ങളായി നാട്ടിൽ ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽപ്പെടാത്ത സംഭവമോ ആയി മാറുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സംഭവിച്ചത് തന്നെ നോക്കുക. കോതമംഗലം സ്വദേശിനിയായിട്ടുള്ള സോന, അവൾ ആത്മാർത്ഥമായി ഒരു യുവാവിനെ പ്രണയിക്കുന്നു. മറിച്ച് അവൻ തിരിച്ച് ആവശ്യപ്പെട്ട കാര്യം മതം മാറണമെന്നുള്ളതാണ്. മതം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. പഹൽഗാമിലും മതം മാത്രമായിരുന്നു പ്രശ്നം. അവിടെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഇവിടെ സോനയെ സ്വയമേവ ഇല്ലാതെയാക്കാനുള്ള വഴിമരുന്നിട്ടു. അവൾ സ്വയം ജീവൻ ഒടുക്കി. അവൾക്ക് ജീവിതത്തിൽ താങ്ങാവുന്നതിനപ്പുറമുള്ള വേദനകളാണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ പെൺകുട്ടികൾ കോളേജുകളിൽ പോകുമ്പോൾ സൗഹൃദങ്ങൾക്കും അപ്പുറമുള്ള ചില ബന്ധങ്ങളിൽ പെട്ടുപോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അത് ഏതുമായിക്കോട്ടെ, എന്ത് ബന്ധമായിക്കോട്ടെ, പക്ഷെ അതിൽ മതം ഒരു മാനദണ്ഡമായി വരുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അവിടെ ആ ബന്ധം കട്ട് ഓഫ് ചെയ്യാനുള്ള ധൈര്യം കൂടി ഇന്നത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ സോനയുടെ സഹോദരൻ പറയുകയാണ് മതം അതുമാത്രമായിരുന്നു അവരുടെ പ്രശ്നം എന്നുള്ളത്. രമേശിനും അവരുടെ കുടുംബത്തിനും സോന മതം മാറണമെന്നുള്ള ആവശ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മതം മാറണമെന്ന് ആവശ്യപ്പെട്ട് അവനും അവൻ്റെ കുടുംബവും അവളെ പൂട്ടിയിട്ട് മർദ്ദിച്ചു. നോക്കുക, പ്രണയിതാക്കളായിരിക്കെ തന്നെ ആ പെൺകുട്ടിയെ അവനും അവൻ്റെ വീട്ടുകാരും കൂടെ മർദ്ദിക്കുകയാണ്. ഇതിനെതിരെ എന്തുകൊണ്ട് ഇവർ നേരത്തെ പരാതി കൊടുത്തില്ല എന്ന് പോലും മനസ്സിലാകുന്നില്ല. അവർ വിശ്വസിച്ച മതം ഏതുമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം പിന്തുടരുന്ന ആരോടെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിനൊരു പക്ഷേ അവിടെ ഒരു മറുപടി ഉണ്ടായേനെ. ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇരുന്നേനെ. അവളെ പറഞ്ഞു മയക്കി ഒടുവിൽ പറയുകയാണ് എന്തിന് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വരെ തയ്യാറാക്കി വെച്ചു എന്നുള്ളതാണ്. എന്നിട്ടും ഈ ഒരു കാര്യം പുറത്തു പറയാൻ ഈ വീട്ടുകാർ എന്തുകൊണ്ട് ഭയന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവർക്ക് ആരുടെയെങ്കിലും ഒക്കെ ഭീഷണി ഉണ്ടായിരുന്നുവോ എന്നുള്ളതും പുറത്തു വന്നിട്ടില്ല. ആ പെൺകുട്ടിയുടെ മരണശേഷം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഏതൊരു കാര്യമായിക്കോട്ടെ, ഏതൊരു ദുരന്തവും സംഭവിച്ചതിന് ശേഷം അതിന് ഇങ്ങനെയൊരു വേർഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു എന്ന് പറയുന്നത് ദുരന്തങ്ങൾ ആവർത്തിച്ചതിന് ശേഷം മാത്രമാണ്. നമുക്കറിയാം ഷൈനിയുടെ മരണം. ഷൈനിയും ആ പെൺകുട്ടികളും, അത് മറ്റൊരു വിഷയമാണെങ്കിൽ പോലും ഷൈനിയും ആ പെൺകുട്ടികളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയതിന് ശേഷം പലരും പറഞ്ഞു ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ. ആ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്ക് അവർ ജീവിച്ചിരുന്നപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ പറ്റാതിരുന്നിട്ടില്ലേ? നമുക്കും സമൂഹത്തോടൊരു കടപ്പാടില്ലേ? ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയല്ലാതെയായി പോകുന്നത്? അവർ ഒരു ദിവസമോ മറ്റോ വേണമെങ്കിൽ ഒരു ചർച്ച നടത്തി അതിൻ്റെ പാട്ടിന് വിടുകയാണ് ചെയ്യുന്നത്. അടുപ്പൂട്ടി ചാനൽ അത് ചർച്ച നടത്തും എന്ന് പ്രതീക്ഷിക്കാം. ചർച്ച നടത്തിയാലും അത് വെള്ളപൂശാനുള്ള ചർച്ചയായിരിക്കും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുക. ഇത് കാലാകാലങ്ങളായി തുടരുന്ന കാര്യങ്ങളാണ്. ഇത് കാലാകാലങ്ങളായി ഉണ്ട്. റോമിയോ ജിഹാദ് എന്ന വാർത്ത വന്ന നാൾ മുതലുണ്ട്. ഒരു പക്ഷെ അതിന് മുൻപ് തുടങ്ങി ഈ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറല്ല. അവനവന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതൊരു വിഷയമായി ഉയർന്നു വരുന്നത്. ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ്, ലവ് ജിഹാദിന് മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത് റോമിയോ ജിഹാദ് എന്ന പദത്തിലാണ്. ഈ റോമിയോ ജിഹാദ് എന്ന് പറയുന്നത് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു മതം മാറ്റ പദ്ധതിയാണ്. ഈ പദ്ധതി കേരളത്തിൽ ഉണ്ടെന്ന വിവരം പുറത്തറിയുന്നത് ജസ്റ്റിസ് KT ശങ്കരന്റെ 9/12/2009 തീയതിയിലെ BA നമ്പർ 5288/2009 നമ്പർ കേസിലെ ഉത്തരവിലാണ്. അതും സംസ്ഥാന DGP, വിവിധ ജില്ലാ സൂപ്രണ്ടുമാർ എന്നിവർ കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇനിയും വന്ന് മെഴുകരുത്, ഇത്തരത്തിൽ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കേസിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതായി പോകും. ലവ് ജിഹാദ് ചൂണ്ടിക്കാണിക്കാൻ നിമിഷ ഫാത്തിമ തുടങ്ങി ധാരാളം കേസുകൾ നമ്മളുടെ കേരള പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ട്.
കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ആരും അത് സമ്മതിച്ചു തന്നിട്ടില്ല. കാസയുടെ ഉന്നത പദവിയിലിരിക്കുന്ന കെവിൻ പീറ്റർ ഉൾപ്പെടെയുള്ളവർ, കെവിൻ പീറ്ററിന്റെ കുടുംബത്തിലുണ്ടായ ദുരന്തമാണ് അദ്ദേഹത്തിന് ഈ ഒരു ബോധം പോലും കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പിന്നീട് നിരന്തരം പൊരുതുകയാണ് ഇത്തരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാൻ. പ്രണയം സംശുദ്ധമായിരിക്കണം, പക്ഷേ ഇത് ചതിക്കുഴിയാകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകവും ബോധവും കൊടുത്ത് തന്നെ ഇന്നത്തെ പെൺകുട്ടികളെ വളർത്തിയെടുക്കണം. മറിച്ച് ആൺകുട്ടികളിലും പറയണം പ്രണയത്തിന് മതമില്ല എന്നുള്ളത്. മതമില്ല എന്ന് പറയുകയും പ്രണയിക്കുകയും ഒടുവിൽ മതം മാറാൻ പറയുക എന്ന് ചെയ്യുന്നത് അത് നിലപാടില്ലായ്മയാണ്. അത് ചില പദ്ധതികളുടെ ചിലരുടെ വമ്പൻ സ്രാവുകളുടെ മുമ്പിൽ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് പെടുത്തുന്ന ഒരു ചൂണ്ട മാത്രമാണ് ആ പ്രണയം എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ നിന്നും നൂറുകണക്കിന് അന്യമതസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർ ഐസിസും അൽ ഖ്വയ്ദ തുടങ്ങി ജിഹാദി സംഘടനകളിൽ ചേരാനായിട്ട് സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയതും പല തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. ലവ് ജിഹാദ് ഇവിടെയുണ്ടെന്ന് PC ജോർജ് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നിയമവിരുദ്ധതയുണ്ട് എന്നുള്ളതും തോന്നിയിട്ടില്ല. പക്ഷെ ഇതൊരു വിവാദമാക്കി മാറ്റുകയാണ് ഈ മാപ്രകൾ എന്ന് പറയുന്നവർ. PCക്കെതിരെ പരാതികളുടെ പ്രവാഹവും ഉണ്ടായിട്ടുണ്ട്. പരാതിക്കാരൊക്കെയാണെന്ന് നോക്കിയാൽ അത് ബഹുരസമായിട്ടുള്ള കാര്യമാണ്. ഈ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്ന മുദ്രാവാക്യം മുഴക്കിയ പേരിൽ പോലും മതമുള്ള മുസ്ലിം ലീഗ്, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയായിട്ടുള്ള SDPI, പിന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കൈപ്പത്തി പാർട്ടിയും ഒക്കെ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാമെന്ന് തോന്നുന്നു. ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഞാൻ കണ്ട് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൊ കണ്ടക്ടറും മറ്റൊരു ബസ്സിലെ കണ്ടക്ടറാണെന്ന് തോന്നുന്നു. ആ കണ്ടക്ടറും ആ ബസ്സിലെ തന്നെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ ഉണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര സംസാരം മറ്റൊന്നുമല്ല, ഇതിൽ ഒരാൾക്ക് പ്രണയമുണ്ട്. ഈ യുവാവ് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട യുവാവാണ്. അപ്പൊ ഈ പ്രണയത്തെക്കുറിച്ച് ഇവർ സംസാരിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അവൻ അവരുടെ സ്നേഹത്തെക്കുറിച്ച് വളരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഓക്കോ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ അത്രയും വിശ്വാസത്തോടെ സ്നേഹിക്കുകയാണ്, പരസ്പര വിശ്വാസത്തോടെ സ്നേഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കുകയാണ്. ഇതിനു ശേഷം ഈ ഡ്രൈവർ സീറ്റിലിരുന്ന യുവാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഓള് ദീന് വിശ്വസിച്ച് വരാൻ തയ്യാറാണോ? ദീന് വിശ്വസിച്ച് വരാൻ തയ്യാറാണെങ്കിൽ ആ പ്രണയം നല്ലതാണ്, അതല്ലെങ്കിൽ ആ പ്രണയത്തിൽ കാമ്പില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അതുവരെ പ്രണയം എന്ന വികാരത്തിന് ഏത് രീതിയിലേക്കാണ് ഒരു മതം തലക്കി പിടിച്ച ആളാണ് ആ ഡ്രൈവർ സീറ്റിൽ ഇരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ദീന് വിശ്വസിച്ച് വരാൻ തയ്യാറാവുകയാണെങ്കിൽ അവളുടെ പ്രണയം ശരിയാണ്, മാത്രമല്ല അവൾ പൊന്നാനിയിൽ പോകണം എന്നുള്ളത്. ഇതൊക്കെ നേരിട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. എന്നിട്ട് ആ യുവാവിനെ പറഞ്ഞു മനസ്സിലാക്കണേ, പഠിക്കാനല്ല വിടേണ്ടത്, നമ്മൾ നമ്മുടെ മതത്തെ പറ്റി പഠിക്കുകയാണ് വേണ്ടത്. മറ്റു പഠനങ്ങളൊക്കെ പിന്നീടാണ്, നമ്മുടെ മതത്തെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ ഈ ബോധമില്ലാത്ത ഈ കാമുകൻ ചെറുക്കൻ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ മതിയോ? അവൻ്റെ പ്രണയം അവിടെ തീർന്നു, അവൻ്റെ പ്രണയം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. എന്നിട്ട് അവൻ പിന്നീട് ആലോചിക്കുകയാണ്, പുറകിലെ സീറ്റിൽ പോയിരുന്ന വലിയ സംസാരത്തിനൊക്കെ ശേഷം പുറകിലെ സീറ്റിൽ പോയിരുന്ന ആലോചിക്കുകയാണ്, ഒരു പക്ഷേ ഈ പ്രണയം തുടരണമോ വേണ്ടയോ, അവൾ മതം മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിക്കുക. ആ പ്രണയത്തിൽ എവിടെയാണ് സത്യസന്ധത? അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നത് തന്നെയാണ്. സോനയ്ക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം നമ്മളിവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. ആ കുടുംബത്തിന് എന്തുകൊണ്ട് ഇത് നേരത്തെ ആരോടെങ്കിലും പറയാൻ പറ്റാതിരുന്നു? അതിന് പിന്നിൽ ഭീഷണി ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അവർ അനുഭവിച്ചു പോന്നിട്ടുള്ള മാനസിക സംഘർഷങ്ങളെയൊന്നും നമുക്ക് കുറച്ച് കാണാനൊന്നും പറ്റില്ല. ഒരു വീട്ടിലെ പെൺകുട്ടി, ആ പയ്യനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ചതിന് ശേഷവും അവൾ സഹിച്ചു, പൊറുത്തു, പിന്നീടും പ്രണയം തുടർന്നു. ആ ബന്ധം അവിടെ നിർത്താൻ ആ പെൺകുട്ടിക്ക് ഒരു കെൽപ്പുണ്ടായിരുന്നെങ്കിൽ, അവളെ പറഞ്ഞു മനസ്സിലാക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ, അതിനുള്ളൊരു വിവേകം ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ,
ഒരുപക്ഷെ ആ ജീവൻ ഇന്നും നമ്മോടൊപ്പം ഉണ്ടായേനെ.